ബ്ലോക്ക് എലമെൻസിൻ്റെ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. അടുത്ത പ്രോപ്പർട്ടിയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഫിസിക്കലി എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നത്? ഇൻക്ലൂഡിങ് ദെയർ ഫിസിക്കൽ അപ്പിയറൻസ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് മിക്കവാറും എല്ലാ ഡി ബ്ലോക്ക് എലമെൻറ്റ്സും മെറ്റൽസിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസും കാണിക്കുന്നു. അതായത് മെറ്റൽസ് കാണിക്കുന്ന പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതുപോലെ മെറ്റാലിക് ലസ്ചർ എന്നിങ്ങനെ ഒട്ടുമിക്ക എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നവയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. മിക്കവാറും എല്ലാ മെറ്റൽസും നല്ല ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കാണിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിൽ പഠിച്ചിട്ടുള്ള HCP സ്ട്രക്ചറുകളോ CCP സ്ട്രക്ചറുകളോ അല്ലെങ്കിൽ BCC സ്ട്രക്ചറുകളിലോ ഒക്കെയാണ് ഇത്തരം ട്രാൻസിഷൻ എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിലെ മിക്കവാറും എല്ലാ എലമെൻറ്റ്സിനെയും നമുക്ക് മെറ്റൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മാത്രമല്ല മെറ്റൽസ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഹാർഡാണ്, ലെസ് വോളറ്റൈലുമാണ്. എന്താണ് വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വളരെ പെട്ടെന്ന് ആവിയായി മാറുന്ന ടെൻഡൻസിയാണ് വോളറ്റൈലിറ്റി എന്ന് വിളിക്കുന്നത്. എന്നാൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിലെ മിക്കവാറും എലമെൻറ്റ്സ് എല്ലാം തന്നെ നോൺ വോളറ്റൈൽ നേച്ചർ ഉള്ളവയാണ്. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണവ? ഡി ബ്ലോക്ക് എലമെൻറ്റ്സിലെ അംഗങ്ങളായിട്ടുള്ള സിങ്ക്, കാഡ്മിയം, മാംഗനീസ്, മെർക്കുറി എന്നിവ സാധാരണയായിട്ട് ഹാർഡായിട്ടുള്ളൊരു മെറ്റൽ അല്ല. ഇത് കൂടുതലായിട്ടും വളരെ കൂടുതൽ വോളറ്റൈലിറ്റി കാണിക്കുന്നവയാണ്. വളരെ പെട്ടെന്ന് തന്നെ സോളിഡ് ഫോമിൽ നിന്ന് ഗ്യാസ് അല്ലെങ്കിൽ വേപ്പർ രൂപത്തിലേക്ക് മാറാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റിയുള്ള എലമെൻറ്റ്സ് ആണ് സിങ്ക്, കാഡ്മിയം, മാംഗനീസ്, മെർക്കുറി എന്നിവ. അതുകൊണ്ട് തന്നെ ഈ എലമെൻറ്റ്സ് ഒന്നും തന്നെ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ പ്രധാന പ്രോപ്പർട്ടിക്ക് കാരണം അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ്. എന്താണെന്ന് നോക്കൂ. ഇവിടെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയുടെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവയ്ക്കെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ആണ്. അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ആറ്റംസ് തമ്മിൽ നല്ല സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് വഴി ക്രിസ്റ്റൽസിൽ ഒക്യുപ്പൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്കൊന്നും തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് മെറ്റാലിക് ബോണ്ടിങ് അത്ര നന്നായിട്ട് അങ്ങ് പോസിബിൾ അല്ല. അതിനാലാണ് ഈ മെറ്റൽസ് ഹാർഡായിട്ടിരിക്കാത്തതും കൂടുതൽ വോളറ്റൈൽ നേച്ചർ കാണിക്കുന്നതും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കാനുള്ളത്.